ഹലോ, ഇന്നത്തെ വീഡിയോ ഷിംലയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം പോയ സ്ഥലങ്ങളും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. ഞങ്ങൾ ഇന്നലെ നൈറ്റായിരുന്നു എത്തിയത് ഇവിടെ. അപ്പോൾ നല്ല തണുപ്പായിരുന്നു. പുറത്തെ വ്യൂ ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇതാണ് പുറത്ത്. ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീലാവുന്നത്. താഴെയൊക്കെ നിറച്ച് വീടുകളും ബിൽഡിങ്ങും അങ്ങനെയാണ്. ഈ ഷിംല ഫുള്ളും അങ്ങനെയാണ് കേട്ടോ. മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ വീടുകൾ അടുക്കിടുക്കി വെച്ചതുപോലെ തോന്നും. അതുപോലെ തന്നെ നമ്മളിപ്പം ഏറ്റവും ടോപ്പിലല്ല നിൽക്കുന്നത്, ഒരു സെൻട്രൽ സൈഡാണ്, നടുക്കിലായിട്ടാണ്. വീണ്ടും മേളിലോട്ട് ഇനി ഒത്തിരി പോകാനുണ്ട്. ഒത്തിരി താഴോട്ട് ഇറങ്ങിയായിരുന്നു ഞങ്ങൾ വന്നത്. ഇങ്ങനെ കീപ്പോട്ട് ഇങ്ങനെ ഞങ്ങളുടെ കാർ ഇങ്ങനെ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് പേടി തോന്നും. അങ്ങനെ അത്രയ്ക്ക് താഴോട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഹോട്ടലിൽ പോകുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിലും മറ്റേ ആൾക്കാർ താഴെ ബിൽഡിങ് വെച്ചതുപോലെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി ആദ്യത്തെ സ്ഥലത്ത് പോകാനായിട്ട്. പിള്ളേരും ഞങ്ങളും റെഡിയായി, അതുപോലെ തന്നെ ഹസ്ബൻഡ് ഫ്രണ്ട് ഫാമിലിയൊക്കെ റെഡിയായി. ഞങ്ങളിതേ പുറത്തിറങ്ങി പോകാൻ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ ഹോട്ടലിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാക്കേജായിട്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്. അങ്ങനെ അവിടുത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചതിൽ വെച്ച് അത്യാവശ്യം നല്ല ഫുഡ് ഷിംലയിലെ ഫുഡായിരുന്നു കേട്ടോ, നമ്മുടെ ഹോട്ടലിൽ അറേഞ്ച് ചെയ്ത ഫുഡുകളിൽ. അപ്പോൾ രാവിലെ പിള്ളേർക്ക് ബ്രെഡും ജാമും, ഞങ്ങൾക്ക് വലിയവർക്ക് പൂരിയും കടലക്കറിയുമായിരുന്നു. കുഴപ്പമില്ല, മസാലകളൊന്നും ചേർത്തിട്ടില്ല. നോർമലി നമ്മുടെ ഇവിടുത്തെ ഫുഡ് പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നന്നായിട്ട് കഴിച്ചു എന്ന് വേണം പറയാൻ. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇറങ്ങി കേട്ടോ അടുത്ത് പോകാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുന്ന് കയറി വേണം പോവാനായിട്ട്. അപ്പോൾ കുറച്ച് മേളിലോട്ട് പോയി നിന്നാൽ മാത്രമേ കാർ അവിടെ താഴെ നമ്മുടെ ഹോട്ടലിൽ വരെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവിടെ നിന്ന് നമുക്ക് കയറി വരാനായിട്ട് പറ്റത്തില്ല, കാരണം വെയിറ്റ് കൊണ്ട് വരണ്ടേ. അപ്പോൾ കുറച്ച് ദൂരം നടന്ന് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടോ ഡ്രൈവർ. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടി കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനൊരു പ്രത്യേകതര ഭംഗിയാണ്. കാരണം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് വീട്. അപ്പം നമ്മൾ വിചാരിക്കുക ഏറ്റവും ടോപ്പിലായിരിക്കും നമ്മളെന്ന്. പക്ഷേ നമ്മളങ്ങനെയല്ല. നമ്മളും ഈ എന്തോന്നാണ് ഈ പകുതി നമ്മുടെ ഈ മേളിൽ നിന്ന് താഴെ വരെ നോക്കുമ്പോൾ ഈ നടു സെൻറ്ററിലൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മേളിലോട്ട് വീടുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ വീടുകൾ. അപ്പോഴേ അവിടുത്തെ കുറേ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഞാനൊരു ക്ഷേത്രം കണ്ടു കേട്ടോ അവിടുത്തെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തത്. അവിടുത്തെ ഒരു കുഞ്ഞു ക്ഷേത്രമായിരുന്നേ. അപ്പോൾ അടുത്ത് കാണാൻ പോകുന്നത് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ബസ് സ്റ്റാൻഡിൽ തന്നെ അവിടെ കുറേ കടകളും അങ്ങനെ കുറേ ഇതൊക്കെയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ബസ് സ്റ്റാൻഡുകളെക്കാളും അത്യാവശ്യം വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്താ ശരി അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പുറവും ഇപ്പുറമൊക്കെ ബസ് സ്റ്റാൻഡാണ്. ഒപ്പം അതുപോലെ എന്താണെന്നാണ് കുഞ്ഞു കുഞ്ഞ് കടകളും ഉണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി ബസ് സ്റ്റാൻഡ്. അപ്പോൾ ബസ് സ്റ്റാൻഡൊക്കെ കണ്ട് ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായിട്ടാ. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ ഇനി നമുക്ക് കാണാം. Mountain Hill. This is Himalayan Sanukal. And local dress.
വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ചേട്ടാ. വീഡിയോ ഓൺ ആക്കിയിട്ടില്ലടി. എനിക്ക് ആ അബദ്ധം പറ്റാറുണ്ട്. ഞാൻ ഓണാക്കാതെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. ഉറക്കം വരണ കുഞ്ഞോനെ. അങ്ങനെ ദേ ഞങ്ങൾ കുഫ്രിയിലെത്തേട്ട. അവിടെ എത്തിയിട്ട് പാക്കേജ് എടുത്തിട്ട് വേണം നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട്. അവിടെ കുറേ റൈഡുകളുണ്ട്. അപ്പോൾ ദേ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിലെല്ലാം ഇതുപോലെ ഒരുപാട് പാക്കേജായിട്ട് ആൾക്കാർ നിൽപ്പുണ്ടായിരിക്കും കേട്ടോ. പാക്കേജ് ഇല്ലാതെ ഒരിടത്തും പോകാനായിട്ട് പറ്റത്തുമില്ല. അപ്പോൾ ഇവരെല്ലാവരും പരസ്പരം കണക്റ്റ് ഉള്ളവരാണ് കേട്ടോ. അങ്ങനെ ദേ പാക്കേജ് എടുത്തത് നമ്മൾ ഒന്ന് ഒരു ഓഫ് റോഡ് ക്ഷേത്രത്തിൽ പോകാനായിട്ട്. പക്ഷെ അത് ഓഫ് റോഡൊന്നും ആയിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് വന്നിട്ടൊരു കുതിരയുടെ പുറത്ത് കയറി കുറേ പോകുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ആപ്പിൾ തോട്ടം. അപ്പം ദേ ഇവിടെ നിന്ന് പാക്കേജൊക്കെ എടുത്ത് ആദ്യം നമ്മൾ ക്ഷേത്രത്തിലോട്ടാണ് പോയത്. അപ്പോൾ വേറെ റൈഡുകളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കാരണം അത്യാവശ്യം കുറേയൊക്കെ നമ്മൾ ചെയ്തതായിരുന്നു. സൈക്കിൾ റൈഡിങ്ങും അതൊക്കെ കുറേയൊക്കെ ചെയ്തു. അപ്പോൾ ചെയ്യാത്ത കുറച്ച് ഇതൊക്കെ നോക്കി ചെയ്യാമെന്നുള്ള ഇതിലായിരുന്നു കേട്ടോ നമ്മൾ കുതിരയുടെ അതെടുത്തത്. പിന്നെ ഓഫ് റോഡെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഓഫ് റോഡിൻ്റെ. ആ ഒരു കണക്ഷൻ വരും എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ ഇതുകൂടെ എടുത്തത്, ഓഫ് റോഡ് എടുത്തത്. പക്ഷെ അത് നോർമലി എല്ലാ വണ്ടികൾക്കും പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അത് നമുക്ക് കാണാം. വെള്ളത്തിൻ്റെ ചേട്ടാ അവിടെ വിടണ്ട് വിടണ്ട്. പോ പടി കാണണ്ട്. കേറി ഇറങ്ങണ എന്തിന്? സുദീപേ ഹലോ, ആ ബോസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബോസ് അത് കണ്ടില്ലായിരുന്നു കേട്ടോ. ഇതേതാ ഹിമാചലല്ലേ? സോറി. അങ്ങനെ നമ്മൾ ഹിമാചലിലെത്തി. കാണാനൊക്കെ അറിയില്ല മക്കളെ. നോക്ക് മങ്കി മങ്കി കണ്ട മങ്കി. നോക്ക് നോക്ക്. കം 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 ഇൻസൈഡ്. Then you see. Look, monkey, monkey, monkey. Okay, you see. You can see? Yes. Monkey. കണ്ടില്ല. ഒന്ന് നമ്മളെ കൂടി ഫോട്ടോഗ്രാഫർ ആയി. അല്ലടാ പിള്ളേരെ അവിടെ പോയി നിന്നോ. എൻ്റെ കെട്ടിയോ
കണ്ടില്ല, ഒരു ക്യാമറ എടുത്ത് പോകുന്നുണ്ട. ഓക്കെ, അവരെടുക്ക്. അയ്യോ നല്ല തണുപ്പാണ്, നടക്കാൻ വയ്യ, സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്, അതിനനുസരിച്ച് നമ്മൾ നടക്കണം. തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ഈ ചെറിയ കോട്ടിലൊന്നും പറ്റത്തില്ല, വലിയ കോട്ടൊക്കെ കൊണ്ട് വരാനായിട്ട്. ഓക്കെ, വെള്ളം വേണോ? ഇത്രയേ ഉള്ളൂ, അങ്ങോട്ട് പോവല്ലേ? ജിയോന കുഞ്ഞോ, ഇമയ 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 കം, ഇമയ ഇമയ. പശുക്കളുണ്ടായിരുന്നല്ലേ? വേണ്ട, പോണ്ട പോണ്ട. ഓ വീഡിയോ എടുക്കാം. പപ്പ ഇങ്ങോട്ട് തിരി. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ക്ഷേത്രവും അവിടുത്തെ ചുറ്റുപാടും ഒക്കെ കാണാനായിട്ട് നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. അപ്പോഴിതേ ഹസ്ബൻഡും പിള്ളേരും ഒക്കെ അകത്തോട്ട് കയറിയിട്ടാം. പക്ഷെ ഞാൻ കയറാനായിട്ട് പോയിട്ട് ഞാൻ പുറത്തൊന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, എൻ്റെ ചുറ്റുപാടൊക്കെ കാണാൻ നല്ല വ്യൂ ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇതേ അങ്ങനെ അവർ അവിടെ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോവാനായിട്ടായി. കാരണം വേറെ സ്ഥലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ കാണാനായിട്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ താപ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്ഥലം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് താഴോട്ട് പോകാം. ഹാഫ് ആയാലും മതി. സ്റ്റെപ്പ് ഇറങ്ങാൻ സിമ്പിള്, കയറാനാണ്. അയ്യോ അതിനെ പിടിച്ചോ കയ്യിൽ. ഇമയെ നോക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അയ്യോ ജോർജ് ചേട്ടാ ഇങ്ങോട്ട് വാ, ചേട്ടാ ഇങ്ങോട്ട് വാ, അവിടെ ഇരിക്കല്ലേ, പിണങ്ങി പോവല്ലേ. ഹലോ മിസ്റ്റർ രദകശി, കേൾക്കിയത് ബദൽ എന്നാച്ചി, നാല് നാളാക്കി വയസ്സാക്കി മകളെ ഒരാളൂടെ ഉണ്ട്. പപ്പ കളിക്കടി വീഡിയോ.
ഇങ്ങോട്ട് വാടി കാരണം കഷ്ടം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ജീവനാ. ഇങ്ങോട്ട് വാടി. ഓക്കെ ഗുഡ്. ഇത് ടച്ച്. നിക്ക് 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 നിക്ക്. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. എന്തുവാടാ ജിയോന ഇമ്മയാ ആൻഡ് ജിയോൻ കം ആൻഡ് സിറ്റ് കം. ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നേരെ കുറേ താഴെ ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത്. ഇത് അവർ നമ്മുടെ എന്നൂരില്ലേ, വയനാട് എന്നൂരിൻ്റെ ആ ഒരു വ്യൂവിൽ ചെയ്യാനായിട്ട് നോക്കിയതാണെന്ന് തോന്നുന്നുണ്ട് അത് കാണുമ്പോൾ. പക്ഷെ അങ്ങനെ അതിൻ്റെ ഒരു ശതമാനം പോലും ഇവിടെ ആയിട്ടില്ല. വെറുതെ എന്തൊക്കെയോ അങ്ങനെ കുറച്ച് സ്ഥലം ഇങ്ങനെ നടക്കാനായിട്ട് നടപ്പാതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു വീട് കുഞ്ഞു കുടില് പോലെയും പിന്നെ താപ്പോട്ട് ഒരു 2 കുടിലും ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഹായ് എടി അവിടെ കുറച്ച് വേണ്ട 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 പോണ്ട പോണ്ട. പക്ഷെ ഇറങ്ങി ഇറങ്ങി പോയാൽ നല്ല രസമായിരിക്കും. നിക്ക് 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 പോണ്ട പപ്പ. നാല് പെൺപിള്ളേരും ഒരു ആൺകൊച്ചും. പറ്റി പിടിച്ചിറക്ക്. അവിടെ നിന്ന് ചറക്കി വരട്ടെ. അവിടെ നിന്ന് ഇറങ്ങി ചറക്കി. ഉരുണ്ടോ മക്കൾ? അവിടെ നിന്ന് ഉരുണ്ടിറങ്ങിക്കോ. വിളിക്കണ്ട, അവിടെ നിന്നോട്ട്. ആ ഒരു ഷോട്ടിനായി ബീബർ നോക്കി ശ്രദ്ധിച്ച്. അയ്യേ അയ്യേ ചിച്ചി ചിച്ചപ്പ് ചേട്ടാ. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തോട്ട് പോവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ അവർ തരുന്ന വണ്ടിയിൽ വേണം, നമ്പർ തരും വണ്ടിയുടെ, അതിൽ വേണം തിരിച്ച് പോകാനായിട്ട്. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ അതേ അടുത്തൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോകാനായിട്ട് വേറൊരു വണ്ടി വരും. ഇതേ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.